പി സ്കൂളിൻ്റെ 92-ാം വാർഷികവും 33 വർഷത്തെ സേവനവും 29/2/2024 വ്യാഴാഴ്ച നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ്. വൈകുന്നേരം 6:30 കുട്ടികളുടെ കലാസന്ധ്യ ആരംഭിക്കുന്നത്. അതിനുശേഷം സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നു. ഏകദേശം 10:30 പരിപാടികൾ അവസാനിപ്പിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രസ്തുത സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി മിമിക്രി കലാകാരനായ ഇടവേള റാഫി എത്തിച്ചേരുന്നുണ്ട്. പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ മുനിസിപ്പൽ ചെയർമാനായ അഷ്റഫ് അമ്പലത്തിങ്കലാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. അതേപോലെ തന്നെ സ്കൂൾ പത്രപ്രകാശനം നടത്തുന്നത് നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഹാരിഷ് സാറാണ്. വിരമിക്കുന്ന അധ്യാപകനെ ആദരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസിയാണ്. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരുമെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന് നല്ല മാന്യമായ യാത്രയപ്പും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നല്ല പ്രശസ്ത സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇപ്പോൾ MLP സ്കൂള്. പുതിയ മാനേജ്മെൻറ്റ് കീഴിലൊക്കെ വളരെ നല്ല സൗകര്യങ്ങളോട് കൂടിയാണ് ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം സ്ഥാപനത്തിന് ഇന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെയും അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് അതിൻ്റെ മാനേജറായിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനം നമ്മുടെ സബ് ജില്ലയിൽ തന്നെ നല്ല പേര് കേട്ടൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരായ ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സംരംഭത്തിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. നല്ല ഒരു പരിപാടിയായി, നല്ല ഒരു വിവിധ പ്രോഗ്രാമുകളോട് കൂടിയ ഒരു പരിപാടിയായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളിത് തുടക്കമിട്ടിരിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഇനി അതിൽ സഹകരണങ്ങൾ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അത്ര ഈ കാര്യത്തിൽ 7 മണി മുതലാണ് ഞങ്ങൾ സമയം കണ്ടെത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങ്. അത് ആരാണ് വരുന്നത്, അതിൻ്റെ ആളുകൾ വന്നു കഴിഞ്ഞാൽ 7 മണി മുതൽ ആ ചടങ്ങ് ഇറങ്ങി. നമ്മുടെ ഈ പ്രോഗ്രാം ആകുമ്പോൾ പല ഭിന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പെട്ട ആളുകൾ പങ്കെടുക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മസ്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ സൗകര്യം കൂടി പരിഗണിച്ചിട്ടാണ് ഭക്ഷണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നുള്ള രൂപത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യം കലാമേളയിൽ നമ്മുടെ സ്കൂളിലെ ഷാഹിദ KP എന്ന് പറയുന്ന അധ്യാപിക ജില്ലയിൽ തന്നെ A ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചറെ ഈ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ആദരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തു പോയ പ്രധാന അധ്യാപികയായിരുന്ന ശോഭ ടീച്ചർ, അതേപോലെ മറ്റ് അധ്യാപകർ, അവരെയും നമ്മൾ ഈ സമയത്ത് ആദരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ നമ്മളുടെ കലാമേളയ്ക്കൊക്കെ പോയാൽ നമ്മുടെ സ്ഥാനം ഒരു 40-45 നമ്മുടെ സ്കൂളിലുള്ളത്. എന്നിട്ടും നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ അറബി കലാമേളയിൽ 1ാം സ്ഥാനം നേടിയതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയും കഴിഞ്ഞ ഓണാവധിക്ക് ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അവിടെ വന്നു ചേർന്ന